നാട്ടിൽ ജീവിച്ചു പോകണമെങ്കിൽ വലിയ പാടാല്ലേ. നാണക്കേടാണ് ഒരു പ്രധാന കാരണം. നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പോലും നമ്മുടെ മാതാപിതാക്കൾക്ക് നാണക്കേടല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളുടെ കല്യാണം വന്നു എന്ന് വെച്ചു. അപ്പം മാതാപിതാക്കൾ ഉടനെ പറയുന്നതാണ്, അത് അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടീനെ അല്ലെങ്കിൽ ആൺകുട്ടീനെ കല്യാണം കഴിക്കണമെങ്കിൽ പറയണ, അയ്യോ അത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ വിചാരിക്കും, എന്താ വിചാരിക്കണേ, നാണക്കേടല്ലേ എന്ന് വിചാരിക്കും. നീ ഒന്നോടെ ഒന്ന് ആലോചിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കും. എന്തെന്ന് മറ്റുള്ളവരോട് നമ്മൾ പറയണേ എന്ന് ചിന്തിച്ചു നോക്കിയാൽ ശരിയാണെന്ന്. ഇനി അതല്ല, ഇനി എങ്ങനെയെങ്കിലും ആ കല്യാണം നടന്നു, വേറെ ആൾക്കാർ വിചാരിക്കണം വീട്ടുകാർക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് ഇവർ പറഞ്ഞൊപ്പിക്കണേ. ഇനി അങ്ങനെയല്ല, കല്യാണം നടന്നു, എങ്ങാനും ഒരു 8-ാം മാസത്തിൽ അല്ലെങ്കിൽ 9-ാം മാസം ആകണതിന് മുമ്പ് ആ കുഞ്ഞങ്ങ് ജനിച്ചു എന്ന് വെച്ചു. ഉടനെ ഈ ഒരു പറയുമായി, അയ്യോ നാണക്കേടായി, ഇത് കല്യാണത്തിന് മുമ്പ് തന്നെ ഗർഭിണിയാണോ എന്നിങ്ങനെ ചോദിക്കും നാട്ടുകാർ. അല്ലെങ്കിൽ ഇവനെങ്ങനെ ഇത്ര തൃപ്തപ്പെട്ട് ഇങ്ങനെ കുഞ്ഞു ഉണ്ടാക്കിയത് എന്നിങ്ങനെ ചോദിക്കും എന്നിങ്ങനെ ചിന്തിക്കുന്ന നാട്ടുകാരുണ്ടെന്ന് പറയും. അപ്പോഴും നാട്ടുകാരെ പേടിയാണ്. അത് കഴിഞ്ഞ് കുഞ്ഞിനെ അങ്ങ് വലുതായി, എങ്ങാനും ഇനി കുഞ്ഞുണ്ടായില്ല എന്ന് വെച്ചു. കുഞ്ഞുണ്ടായില്ല, ഒരു വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടായില്ല, ഉടനെ പറയും നാണക്കേട്, ഇതെന്നാ നിനക്ക് വല്ല അസുഖമാണോ എന്ന് തോന്നും, അതോ പെൺകുട്ടിക്ക് വല്ല അസുഖമാണോ എന്ന് അവർ വിചാരിക്കില്ലേ, എന്നാന്ന് അങ്ങനെ വിചാരിക്കില്ലേ, ഇങ്ങനെ വിചാരിക്കില്ലേ എന്നും ചോദിച്ചോണ്ട് അത് പിന്നെയും തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഘട്ടവും കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങളുണ്ടായില്ല, എന്നാൽ എവിടെയെങ്കിലും ഒന്ന് പോയി ചികിത്സിക്കണം എന്ന് വെച്ചാൽ വലിയ ഹോസ്പിറ്റലുകളിൽ പോകാൻ പറ്റില്ല. കാരണം എന്നാണെന്നറിയാമോ, അവർ ചികിത്സയ്ക്ക് പോയത് ഇന്ന ഹോസ്പിറ്റലിലാണ്, അവന് മക്കളുണ്ടാകാത്തതുകൊണ്ട് പോയതാ, അല്ലെങ്കിൽ അവൾക്ക് കൊച്ചുണ്ടാകില്ലാത്തതുകൊണ്ട് അവിടെ ചികിത്സിക്കാൻ പോയതാ. അതുകൊണ്ട് രഹസ്യമായിട്ട് എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും. ശരിയാണോ ഞാൻ പറയുന്നത്? ഇതെല്ലാ വീട്ടിലുള്ള നാണക്കേടുകളാണ്. മനുഷ്യർ മറ്റുള്ളവരെ കണ്ടാണ് ജീവിക്കുന്നത്. അതങ്ങനെ പോയി ഹോസ്പിറ്റലിൽ പോയി ഒരു കുഞ്ഞുണ്ടായി എന്ന് വെച്ചു. കുഞ്ഞുണ്ടാകുമ്പോൾ സ്കൂളിൽ ചേർക്കാൻ അതിലേറെ നാണക്കേട്. സാധാരണ സ്കൂളിൽ വിട്ട മറ്റുള്ളവരെന്ത് വിചാരിക്കും? ഇച്ചിരി ആഷ്പൂഷുള്ള സ്കൂളിലൊക്കെ വിട്ട്, ഇന്റർനാഷണൽ ലെവലിലുള്ള സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കണ്ടേ. നമുക്ക് സാമ്പത്തികം ഇല്ലെങ്കിലും നമ്മൾ കൊച്ചിനെ ലക്ഷങ്ങൾ മുടക്കി LKG തൊട്ട് പഠിപ്പിക്കാൻ തുടങ്ങുന്നു, നേഴ്സറി തൊട്ട് LKG തൊട്ട് അങ്ങനെ അങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങുന്നു. അവിടെയും നമ്മൾ നാണക്കേടിനാണ് പ്രാധാന്യം. നല്ല സ്കൂളിൽ വിട്ട് പഠിപ്പിച്ചാലേ നമ്മുടെ ഒരു സ്റ്റാറ്റസ് നിലനിൽക്കുള്ളൂ അല്ലേ. അത് കഴിഞ്ഞു പോയി കഴിഞ്ഞിട്ട് കൊച്ചിനെ 10-ാം ക്ലാസ് എത്തിക്കഴിയുമ്പോഴത്തേനും ഫുൾ മാർക്ക് മേടിച്ച് 10-ാം ക്ലാസ് പാസ്സായ ഉടനെ കൊച്ചിനെ മെഡിസിന് വിടണോ എഞ്ചിനീയറിങ്ങിന് വിടണോ ഏതിന് വിടണം? അവിടെയായി, അയ്യോ എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ പോയില്ലെങ്കിൽ നാണക്കേടല്ലേ. ഫുൾ മാർക്ക് കിട്ടിയ കൊച്ച് ഏത് വിഷയം എടുത്ത് പഠിച്ചാലും എന്താ അത് ചിന്തിക്കില്ല. അപ്പോൾ എഞ്ചിനീയറിങ്ങിന് വിടണോ മെഡിസിന് വിടണോ എന്ന് അങ്ങനെ ആലോചനയില്ല. അത് കഴിഞ്ഞിട്ടുള്ള വേറെ കോഴ്സുകളൊന്നും പിന്നെ ചിന്തിക്കില്ല. അത് രണ്ടും കഴിഞ്ഞിട്ടുള്ള നേഴ്സിംഗ്, എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ, ഇത് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ. അതും കൊച്ചെങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കഴിഞ്ഞാൽ ഡിഗ്രിക്ക് എങ്ങാനും എത്തുവാണെങ്കിൽ പ്രൊഫഷണൽ കോഴ്സുകൾ മാത്രമേ നമ്മൾ തിരഞ്ഞെടുക്കാവുള്ളൂ. മറ്റുള്ള കോഴ്സുകളൊന്നും തിരഞ്ഞെടുക്കുക. അവിടെ സയൻസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ബയോളജി ഇതൊക്കെയാണ് +2-ന് കേട്ടോ. ഹ്യൂമാനിസ്റ്റിക് അതൊന്നും പഠിക്കില്ല. സയൻസ് ഗ്രൂപ്പാണ് ഏറ്റവും പ്രാധാന്യം. സയൻസ് ഗ്രൂപ്പുകൾ എടുത്ത് പഠിച്ചു, അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് എത്തുമ്പോഴാണ് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ മെഡിസിൻ എന്നും പറഞ്ഞ് കാശുള്ളവർ അതനുസരിച്ച് ഓരോ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നു, വിടുന്നു ഇല്ലേ. അവിടെയും നാണക്കേടാണ് നിലനിൽക്കുന്നത്. അവിടുന്ന് കഴിഞ്ഞിട്ട് കൊച്ചെ എവിടെയെങ്കിലും ജോലിക്ക് കയറുവാണെങ്കിലോ അവിടെയും വകതിരിവാണ്. പണ്ട് നമ്മൾ ജാതിയുടെ അനുസരിച്ചാണ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ചാണ് ജോലിയെ ഡിവൈഡ് ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ട് ഇല്ലേ. താഴ്ന്ന ജോലിക്കാർക്ക് ആരും വേണ്ട, പെണ്ണ് പോലും കിട്ടില്ല. ഒരു ജോലിക്കാരൻ, ഒരു കമ്പനി ജോലിക്കാരൻ, സാധാ ഒരു ജോലിക്കാരനാന്ന് പറഞ്ഞിട്ടുണ്ട്, കല്യാണം ആലോചിക്കുമ്പം അവനെ ആർക്കും വേണ്ട. വലിയ ഹാഷ് ബൂഷായ നല്ല നിലയിൽ ജോലിയുള്ളവരെ മാത്രം അവർക്ക് മതി. അങ്ങനെ അന്വേഷിക്കുമ്പം അവരതിൻ്റെതായ ഡിമാൻഡുകൾ വെക്കുന്നു. അങ്ങനെ കല്യാണം വീണ്ടും നടത്താനുള്ള ശ്രമമാകുന്നു. ജോലിയുള്ളവനെ അറിയുള്ളൂ, ജോലിയുള്ളവനെ ബഹുമാനിക്കുള്ളൂ, ജോലിയുള്ളവനെ സമൂഹത്തിൽ വിലയുള്ളൂ എന്നൊരവസ്ഥയിലേക്ക് വരുന്നു. അത് കഴിയുമ്പം കല്യാണം നടന്നു കഴിഞ്ഞാലും വീണ്ടും ഇതൊരു സൈക്കിൾ പോലെ ആവർത്തിക്കുകയാണ്. ഞാൻ ഈ ആദ്യം പറഞ്ഞ കൊച്ചുണ്ടാകുന്നത് തൊട്ട് കൊച്ചിൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞ് കല്യാണം വരെ വീണ്ടും ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കുറേ സമ്പാദിക്കുന്നു, കുറേ വ്യക്തിവൈരാഗ്യങ്ങൾ തീർക്കുന്നു, കുറേ കുശുമ്പ്, കന്യായിക എന്നിങ്ങനെയുള്ള സംഭവങ്ങൾ, അസൂയ, ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്കൂടെ കടന്നങ്ങ് പോകുന്നു. മറ്റുള്ളവരെ പേടിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക്. മറ്റുള്ളവർക്ക് ഇത് പേടിയാണോ അതോ മറ്റുള്ളവരോടുള്ള അവഗണനയാണോ എന്താണെന്നറിയത്തില്ല. ഒരു പ്രത്യേക സൈസ് അവസ്ഥയിലാണ് മനുഷ്യൻ ജീവിച്ചു പോകുന്നത്. ആരെയോ ഭയപ്പെടുന്നു ഏത് സമയത്തും ഇല്ലേ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് എന്ത് ഇതിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന്?
ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ സമൂഹത്തിൽ നമുക്ക് മാന്യമായിട്ട് ജീവിക്കണമെങ്കിൽ സത്യസന്ധമായിട്ട് ജീവിക്കണമെങ്കിൽ ഇച്ചിരി പാടാ. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ എന്താ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചോദിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുമില്ല. നമ്മളുടെ കാര്യങ്ങൾ നമ്മളാ തീരുമാനിക്കണം, നമ്മുടെ വീട്ടിലുള്ളവരാ തീരുമാനിക്കണേ എന്നുള്ള ചിന്ത പോലുമില്ല. മറ്റുള്ളവർക്കാണ് അവിടെ പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ച് നമ്മുടെ ജീവിതം തീർക്കുകയാണ് ചെയ്യുന്നത്. പല വീടുകളിലും സംഭവിക്കുന്ന ഇതാണ്. നമുക്കൊന്ന് സ്വാതന്ത്ര്യത്തോടു കൂടി ഒന്ന് ശ്വാസം വിടാൻ പോലും പാടില്ലാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമ്മളൊന്ന് ഒത്തിരി വീടുകൾ നാട്ടിൻപുറത്താണെങ്കിൽ പിന്നെ ഒരു ഇച്ചിരി കുറവുണ്ടെന്ന് തോന്നണു. നമ്മളൊരു കുറേ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന പോലത്തെ സ്ഥലത്താണെങ്കിലുണ്ടല്ലോ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദിക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ്, ഇപ്പം എന്തെടുക്കുക, ഇപ്പം എന്നെ പണിയൊന്നുമില്ലേ, ജോലിക്ക് പോകുന്നില്ലേ, മക്കളായില്ലേ, കല്യാണം നടന്നില്ലേ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതിനെ കുട്ടികളുണ്ടാകാത്ത വല്ല അസുഖമാണോ, എന്തെങ്കിലും ഇന്നയിടത്ത് ചികിത്സയുണ്ടോ, അവർ ചികിത്സയും കൂടെ പറഞ്ഞു തരും. സമാധാനത്തോടു കൂടി ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുക. പിന്നെ മക്കളുണ്ടായില്ലാത്തവരിപ്പം ഹോസ്പിറ്റലിലൊക്കെ പോകുന്നേക്കാളും ഉരുളി കമത്താനോ അങ്ങനെയൊക്കെയുള്ള നേർച്ചകളുമായിട്ട് നടക്കുന്നവരുണ്ട്. കാരണം എന്നാന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോയാൽ അതന്വേഷിച്ചാൽ അവന് എന്തോ അല്ലെങ്കിൽ അവക്കെന്തോ പ്രശ്നമാണ്, അതുകൊണ്ട് അവർക്ക് മക്കളുണ്ടാകാത്ത എന്നും പറഞ്ഞുകൊണ്ടിരിക്കണോണ്ട് ഏതെങ്കിലും ഉരുളി കമത്താനോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലും നേർച്ചകളുമായിട്ട് പിള്ളേരുണ്ടാകാത്തതിന് നടക്കും ചിലർ. അതാണ് അധികം പേരൊന്നും അറിയില്ലല്ലോ. ദൂരെ എവിടെയെങ്കിലുമൊക്കെ അമ്പലങ്ങളിലോ പള്ളികളിലോ ഒക്കെ പോയി ഇങ്ങനെയുള്ള നേർച്ചകളൊക്കെ കഴിക്കുകയാണെങ്കിൽ അതുമായിട്ട് നടക്കുന്നവരുമുണ്ട്. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ എന്തിനാന്ന് പോലും എനിക്ക് പലപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മൾ എന്തിനാ മറ്റുള്ളവരെ പേടിച്ചിങ്ങനെ ജീവിക്കുന്നത്? പക്ഷെ നമ്മളിങ്ങനെ പറയാമെന്നേ ഉള്ളൂ കേട്ടോ. ഒട്ടും ഒരു 3/4 ജനങ്ങൾ മറ്റുള്ളവരെ കണ്ടാണ് ജീവിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കും പോലെയാണ് ജീവിക്കുന്നത്. അവരോടൊക്കെ പോയി പണി നോക്കാൻ പറയും. നമ്മുടെ വീട്ടിൽ നമ്മളാണ് കാര്യങ്ങൾ നോക്കണേ എന്ന് പറയാനുള്ള ഒരു ധൈര്യം ആർക്കും ഇല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഓർത്തുകൊണ്ടിരിക്കണേ എത്രയോ പേരുണ്ടെന്നറിയാം. ഒരു നല്ല വസ്ത്രം ധരിച്ചു പോലും പുറത്ത് വീട്ടിൽ കൂടെ നടക്കാൻ പേടിയാണ്. കാരണം എന്താ, ഇന്നിന്നാ നല്ല ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കണേ, പതിവില്ലാത്ത പോലെ നടക്കുന്നത് എന്താ? അതങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകണേ, ഇന്നെന്തിനാ ടൗണിന് പോയത്, എന്താ കാര്യം, 5 ദിവസം അടുപ്പിച്ച് പോയി നോക്കി എന്തെങ്കിലും ചീത്തപ്പേരും കൂടെ പറഞ്ഞു കൊടുക്കുക. അവൾ സ്ഥിരമായിട്ട് ടൗണിന് പോകണ്ട കേട്ടോ എന്ന്. നമ്മളിനി പോയി ഒരു പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കയറി പോകാൻ നോക്കിക്കേ. അപ്പോൾ പറയും, എന്നാണോ അവൾ സ്ഥിരം ഓട്ടോറിക്ഷ വിളിക്കേണ്ടത് പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന്, വല്ല കേസും ഉണ്ടോ ആവോ എന്നിങ്ങനെ പറയും. അവർക്ക് ആർക്കും ഒന്നും അറിയണ്ട. ഇങ്ങനെ ഈ മനുഷ്യരെക്കുറിച്ച് ചീത്ത വർത്തമാനങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് മനുഷ്യർ ഇരിക്കുന്നത്. സ്ഥിരമായിട്ട് ബസ്സിൽ ഒരു ജോലി ഇല്ലാത്തവർ കയറി നോക്കിക്കേ, എങ്ങോട്ട് പോവാ, എന്തിനാ പോകുന്നത്, ഇത് സ്ഥിരം പോകുന്നുണ്ടോ, എന്നും പോകുന്നുണ്ടോ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് തുടങ്ങും. നമ്മളവർക്ക് സ്നേഹപുരസരം ചോദിക്കുന്നതാണ്. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന നമ്മളെ ഒരു കുറ്റപ്പെടുത്താൻ വേണ്ടി ചോദിക്കാൻ നമ്മൾ പലരും അറിയുന്നില്ല അല്ലേ. ഇത് തന്നെയാണ് നമ്മുടെ മക്കൾക്കും പറ്റുന്നത്. ഏതെങ്കിലും ഒരു എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഗ്രിക്കോ ഒന്ന് പരാജയപ്പെട്ടു നോക്കിയേ, തോറ്റുപോയില്ലേ, സപ്ലി ഉണ്ടല്ലേ, എത്ര എണ്ണം ഉണ്ട് എന്നിങ്ങനെ ചോദിക്കും. അത് കഴിഞ്ഞ് പിന്നെ സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും, സപ്ലി കിട്ടിയോ, 2 വിഷയം പോയായിരുന്നില്ല, അല്ല 5 വിഷയം പോയായിരുന്നില്ല, കിട്ടിയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഒരു കാര്യമില്ല, അവർക്ക് അറിഞ്ഞിട്ട് ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണ്. ആ കുട്ടി അറിഞ്ഞാൽ പോരെ ഇത്. ഒന്ന് ഓർത്ത് നോക്കി. നമ്മൾ പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് പറയാം. നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പോലും നമ്മൾ പലരും മടിക്കുന്ന ഒരു ഭയങ്കര ഒരവസ്ഥയായത്. ചിന്തിക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഞാൻ ഇന്ന് ടൗണിന് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 10 പേരോട് മറുപടി പറയേണ്ടി വന്നു. കാരണം എനിക്ക് ചുമയ്ക്ക് വേണ്ടി മരുന്ന് മേടിക്കാൻ വേണ്ടി ഞാൻ പോകാൻ ഇറങ്ങിയത്. അപ്പോഴത്തേനും പലരും ചോദിക്കുക, എങ്ങോട്ട് പോവാ, ഏത് ഹോസ്പിറ്റലാണ് പോണേ, എവിടെയാണ് പോണേ, ആരാ ഡോക്ടർ, നമ്മളെ അങ്ങ് ക്വസ്റ്റ്യൻ ചെയ്യുവാണിട്ട്. അതെന്തിനു വേണ്ടി മേടിക്കണ, എന്താ പറ്റിയത്, ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ സമൂഹം. എല്ലാവരും നന്നാക്കിയിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ നന്നാവുക, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുക. നമ്മൾ പറയാൻ പറ്റും, അത്രയേ ഉള്ളൂ, വേറെ എന്തിനും കാര്യത്തിനാന്ന് പോവുക. ഓർക്കാണ്ടെങ്ങാനും നമ്മൾ ഒറിജിനൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനായിട്ട് പെട്ടുപോകും ഇല്ലേ. ഇത് ശരിയാണോ ഞാൻ പറഞ്ഞത്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.